യെശയ്യാവ് 55:8 എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നമുക്ക് നമ്മുടെ അറിവ് എപ്പോഴും പരിമിതമാണ്, വളരെ പരിമിതമാണ്. ആ വളരെ പരിമിതമായിട്ടുള്ള അറിവിനകത്ത് ആണ് കർത്താവ് പ്രവർത്തിക്കുന്നതെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. കർത്താവിന്റെ വഴികൾ വളരെ വിശാലമാണ്, തികവുള്ളതാണ്. തികവെന്ന് പറഞ്ഞാല് പൂർണ്ണതയുള്ളതാണ്. കർത്താവിന്റെ വഴി പൂർണ്ണതയുള്ള വഴിയാണ്. അപ്പോൾ അവിടെ അപൂർണമായി തീരാനായിട്ട് പറ്റത്തില്ല, അപൂർണമാകുകയില്ല, അത് പൂർണ്ണമായിരിക്കും. അപ്പൊ ആ പൂർണ്ണമായിട്ടുള്ള വഴി കൂടെ പോകാനാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്വന്തം വഴി കൂടെ പോകാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വഴികൾ എപ്പോഴും ഇടുക്കമുള്ളതാണ്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പ്രയാസമുള്ളതുമാണ്. അതുകൊണ്ട് നമ്മുടെ വഴി തിരഞ്ഞെടുക്കുന്നതിന് പകരം കർത്താവിന്റെ വഴി കൂടെ നമ്മൾ പോകണം. കർത്താവിന്റെ വഴി പൂർണ്ണതയുള്ളതാണ്, അത് ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് അവിടെ പറയുന്ന 10-ാമത്തെ വാക്യം അല്ല 8-ാം വാക്യം, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 9-ാം വാക്യം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ. ആകാശത്തിന്റെ അറ്റം കാണാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ ആകാശത്തിന്റെ അറ്റം കാണാൻ ശ്രമിച്ചാല് നമ്മൾ നേരെ മുകളിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ മുകളിലോട്ട് പോയി എന്ന് വെച്ചു. അങ്ങനെ ആരും ചെയ്യത്തില്ല. മുകളിലോട്ട് പോയി എന്ന് വെച്ചു, അവിടെ ചെല്ലുമ്പോഴെന്താണ് ആ ആകാശം നമ്മൾ കണ്ട ആ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിൽ അവിടെ ചെല്ലുമ്പോ അങ്ങേവശം അതിനേക്കാൾ വലിയ ആകാശമാണ്. അപ്പൊ ആകാശത്തിനകത്താകും, മറ്റേ ഭൂമിയിലെങ്കിലും ആയിരുന്നു. അതുപോലെ നിങ്ങളുടെ വഴി ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആ ഉയർന്നിരിക്കുന്ന വിചാരം നമുക്ക് വേണ്ടിയിട്ട് ദൈവം ശ്രേഷ്ഠമായതൊന്ന് കരുതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതിന് നമ്മൾ കർത്താവിങ്കിലേക്ക് വന്നിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ കർത്താവിന് താഴ്ന്നു കൊടുക്കണം, അനുസരിക്കണം. ആ അനുസരണമാണ് നമ്മളെ കർത്താവിന്റെ ഹിതത്തിലേക്ക് നടത്തുന്നത്. നമ്മൾ കർത്താവിന്റെ ഹിതത്തിലേക്ക് നടക്കണം. അല്ല സ്വന്തം ഇഷ്ടമാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠ വഴിയിലാകത്തില്ല, ശ്രേഷ്ഠ വഴിയിൽ എത്തപ്പെടത്തില്ല. നമുക്ക് ഏത് വേണം? കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠ വഴി വേണോ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ലിമിറ്റഡ് ആയിട്ടുള്ള വഴി വേണോ? എപ്പോഴും നമ്മുടെ കണ്ണെത്തുന്നത് നമ്മുടെ വഴിയിൽ മാത്രമേ നമ്മുടെ കണ്ണെത്തത്തുള്ളൂ. കർത്താവിന്റെ വഴിയിലേക്ക് അങ്ങോട്ട് കണ്ണ് തുറക്കാൻ പ്രയാസമാണ്. അത് കർത്താവിന്റെ വഴിയിലേക്ക് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, നമ്മളെ വെച്ചു കഴിഞ്ഞാൽ, നമുക്ക് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ ആ ശ്രേഷ്ഠമായ വഴി കൂടെ നമുക്ക് പോകാൻ സാധിക്കും. നമുക്കറിയത്തില്ല എങ്ങനെയാ പോകേണ്ടത്. ഓരോ സ്റ്റെപ്പും ഒരു സ്റ്റെപ്പ് വെച്ച്, കർത്താവിന്റെ വഴി എന്നാ പറയുന്നത് അങ്ങനെയാണ്. ഒരു സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴേ അടുത്ത സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. പൂർണ്ണമായിട്ട് നമുക്ക് വെളിവായിരിക്കത്തില്ല. നമ്മൾ ആ പാദം വെച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ നമ്മൾ പാദം വെച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ, കർത്താവിന്റെ വഴിയിൽ തന്നെ പോകാനായിട്ട് നമ്മൾ റെഡിയായാൽ, നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നിടത്ത് നമ്മളെ എത്തിക്കും. നമ്മളെക്കുറിച്ച്
കർത്താവ് ആഗ്രഹിക്കുന്ന ഇടത്ത് നമ്മൾ എത്തും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മള് പകുതി വഴി വെച്ച് അല്ലെങ്കിൽ കാൽ വഴിയിൽ വെച്ച് നമ്മൾ അവിടെ നിന്ന് പോകും. നമുക്ക് പൂർണ്ണമായി അവിടെ എത്താൻ, കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന അവിടെ എത്താനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് താഴ്ത്തി കൊടുക്കാം. ഈ കർത്താവ് വിശ്വസ്തനാണ്, നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും, യാതൊരു സംശയമില്ല. കാരണം അവൻ സകലത്തിനും മതിയായവനാണ്, സകലത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴി കൂടെ മുന്നോട്ട് പോയി ഒരു ജയജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഇടത്ത് നമ്മൾ എത്തണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഇടത്തെത്താന് കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന വഴി കൂടെ പോയാൽ മതി. അപ്പോ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു പാട്ട് പാടുമല്ലോ, പദം പദം ഉറച്ച് നാം ക്രൂശുമേന്തി പോകണം. അതുപോലെ ഓരോ കാല് വെച്ച് 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 നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോഴേ നമ്മൾ ജയിക്കുകയുള്ളൂ. ഒരു ജയജീവിതം നമുക്ക് കഴിക്കാനായിട്ട്, ഒരു ജയജീവിതം നയിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. നമ്മൾ എല്ലാവരും ജയജീവിതം നയിക്കണമെന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴിയിൽ കൂടെ മുന്നോട്ട് പൊക്കോളാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇന്ന് നമ്മളെ കേൾപ്പിച്ചത് അതാണ്. ആ വഴിയിൽ കൂടെ നീ പോ. നിനക്കറിയത്തില്ല, എനിക്കറിയത്തില്ല, ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ മുമ്പില് എൻ്റെ കാല് വെക്കാനായിട്ട് ഒരു 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 അടുത്ത സ്റ്റെപ്പ് എന്നെ കാണിച്ചു തരുന്ന കർത്താവ്. ആ കർത്താവ് ജീവിക്കുന്നു. ആ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് അവൻ പറയുന്ന ഇടത്തൂടെ പോകാനായിട്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ സഹോദരീ സഹോദരന്മാരെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ആ വഴി കൂടെ നമുക്ക് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തേണ്ടിടത്ത് എത്തിച്ചിരിക്കും. അത് കർത്താവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ എത്തേണ്ടിടത്ത് കർത്താവ് എത്തിച്ചിരിക്കും. പകുതി വഴിയിലിട്ടിട്ട് കർത്താവ് പോവുകയില്ല. അത് ഫിനിഷ് ചെയ്യാൻ അവൻ സർവശക്തനാണ്. അവൻ അത് നമ്മുടെ ജീവിതത്തിൽ നടത്തിത്തരും. ആ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഞാൻ അതിനെ ഉത്സാഹിപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കുറച്ചു നേരം മുമ്പ് as a family we went out to have Belgian waffles. ഞങ്ങള് കുടുംബമായിട്ട് എവിടെ പോയിന്? ഇവിടെ we went out for a snack joint. ഒരിടത്തേക്ക് സ്നാക്സ് കഴിക്കുന്ന ഇടത്തേക്ക് പോയി. And so all of us had their own combination of snack, and my son took his snack and he was sitting and eating. ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടപലഹാരങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ മോനും അവന് ഇഷ്ടപ്പെട്ടതൊക്കെ അവൻ തിരഞ്ഞെടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി. And he was messing the place. He messed his mouth, face, everything while eating it. It was ice cream, a lot of ice cream. Ice cream എല്ലാം കൂടെ കഴിച്ച് മുഖവും ഇരിക്കുന്ന സ്ഥലം എല്ലാം ചളവാക്കി. And I got very upset with him. Like, I don't like to take care of it because you mess the whole place. I was being upset with him. I was being upset with him, and suddenly he looks at me and says, "Dada, your ways are not my ways." എന്നോട് പറഞ്ഞ പപ്പ എന്റെ വഴികൾ പോലെയല്ല പപ്പയുടെ വഴികള്. And that suddenly I was reminded of that when my father-in-law was quoted the first verse saying വചനം യേശയ്യാ 55 ഉദ്ധരിച്ചപ്പോൾ ഞാൻ ആ കാര്യം പെട്ടെന്ന് ഓർത്തത്. And this yesterday I was reading something from Hebrews 12. ഇന്നലെ ഞാൻ എബ്രായർ 12 അധ്യായത്തിൽ നിന്ന് ഒരു കാര്യം വായിക്കുമായിരുന്നു. I was trying to when I was hearing the message, I was trying to put that message, that verse. മെസ്സേജ് ഒരു സന്ദേശം കേൾക്കുമ്പോൾ അതിലേക്ക് പറഞ്ഞ കാര്യം ഞാൻ ഈ എബ്രായർ 12 അത് നോക്കുകയായിരുന്നു. I was trying to connect that verse with Hebrews 12
verse 4 onwards. സന്ദേശത്തിൽ കേട്ട വാക്യം Hebrews എബ്രായർ 12:12 മുതലുള്ള which verse? Hebrews 12 verse 4 onwards. 4 മുതലുള്ള വാക്യങ്ങളുമായിട്ട് അത് ഞാൻ ബന്ധിപ്പിക്കാൻ നോക്കുമായിരുന്നു. The caption out here is God disciplines his children. അതിന്റെ ആ ഭാഗത്തിന്റെ ടൈറ്റിലായിട്ട് എന്റെ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ദൈവം തന്റെ മക്കളെ ശിക്ഷണം കൊടുക്കുന്നു, മക്കൾക്ക് ശിക്ഷണം കൊടുക്കുന്നു. It says if you struggle against sins, you have not yet resisted to the point of shedding your blood. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം അല്ലെങ്കിൽ രക്തം ചിന്തുന്നിടത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല. And the second part of verse 5 says, my son, do not make light of the Lord's discipline and do not lose heart when he rebukes you. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത്. This is verse 6 on it says, because the Lord disciplines the one he loves and he chastens everyone he accepts as his son. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു സമ്പാദിക്കുന്നു. And further when you read, the word says, if what father who doesn't discipline his son, and if you're not disciplined, then you're not a legitimate son. അതിന്റെ അടുത്ത് നമ്മൾ വായിക്കുന്നത്, ഏത് പിതാവാണ് മക്കളെ ശിക്ഷിക്കാതിരിക്കുന്നത്? നിങ്ങളെ ശിക്ഷയില്ലെങ്കിൽ നിങ്ങളെ യഥാർത്ഥത്തിലുള്ള മക്കളല്ല ജാരസന്ധതികളാണ് എന്നുള്ള കാര്യമാണ് വായിക്കുന്നത്. So when I was reading this, I was just thinking of what we hear, right? I mean, there's this verse that says, ഞാനിത് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യങ്ങൾ വീണ്ടും ഓർക്കുകയായിരുന്നു. verse 11 says, no discipline seems pleasant at the time but painful. 11-ാമത്തെ വാക്യത്തിൽ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നുന്നു. പിന്നത്തേതിലോ അതിന് അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനത്തിൽ ലഭിക്കും. It says later, however, it produces a harvest of righteousness and peace for those who have been trained by it. അഭ്യാസം വന്നവർക്ക് അത് പിന്നീട് നീതി എന്ന സമാധാന ഫലം ലഭിക്കുന്ന കാര്യമാണ്. അതിൽ കൊയ്ത്ത് ലഭിക്കുന്നതിനെ കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കും. So when I was reading this, I could feel the Lord tell me that, Lord David, I mean, കർത്താവിനോട് ഇത് വായിച്ചുകൊണ്ടും കർത്താവിനോട് പറയുകയായിരുന്നു, ഡേവിഡ്, when there are trials and difficulties coming your way, it may feel difficult at that point of time. നിന്റെ ജീവിതത്തില് ചില പ്രയാസങ്ങൾ പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ഞാൻ നിന്നെ ശിക്ഷണത്തിലൂടെ നടത്തുകയാണ്. Because it's supposed to be painful and difficult at that point of time. ആ ഒരു സമയത്ത് അത് കുറച്ച് വേദനയുള്ളത് തന്നെയാണ്. And the verse 12 says, therefore strengthen your feeble arms and weak knees. 12-ാമത്തെ വാക്യത്തിൽ ആകെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. The Lord reminded me of just coming out of COVID, I had put on a lot of weight. കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടി എനിക്ക്. And the brothers in the church, they said, let's do something about, because everybody had wanted to get it a little healthier, so we started playing badminton together. ചർച്ചിലെ സഹോദരന്മാരൊക്കെ വെയിറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഒരുമിച്ച് ബാഡ്മിന്റൺ കളിക്കാനൊക്കെ ആയിട്ട് സഹോദരങ്ങളെ തീരുമാനിച്ചു. And I remember the first week while playing badminton, in the second game itself, I would lose concentration and I would just go and sit down. ആദ്യമൊക്കെ ബാഡ്മിന്റൺ കളിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ 2ാമത്തെ കളി ആകുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് വേർത്ത് കുഴഞ്ഞ് മാറിപ്പോയിരിക്കേണ്ടി വരുമായിരുന്നു. And it was so difficult that I couldn't breathe sometimes. I had to just sit down and I had to drink a lot of water and just calm my heart rate down. ചില സമയത്ത് പെട്ടെന്ന് നെഞ്ചെടുപ്പൊക്കെ കൂടി ശ്വാസമൊക്കെ കിട്ടാൻ കുറച്ചൊന്ന് സമയമെടുക്കേണ്ട ആവശ്യമായിരുന്നു. But a year later, I could play 1.5 hours continuously and I would not break a sweat as well. എന്നാ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 1.5 മണിക്കൂറൊക്കെ ഒരുമിച്ച് കളിക്കാനും ആ സമയത്ത് കാര്യമായിട്ടൊരു വിയർപ്പ് പോലും ഇല്ലാതെ കളിക്കാനും എനിക്ക് സാധിച്ചു. So what the Lord was showing me that, if you remember, David, that in that 1 year, initially you found it difficult, but later on it became part of your life. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ആദ്യം അത് വളരെ വേദനയും പ്രയാസമുള്ളത്, എന്നാൽ പിന്നീട് അത് വളരെ ഫലമുള്ളതായിട്ട് ആയിത്തീരുന്നു. I'm not saying that difficulties become part of your life, but once you're trained, that stays with you forever. പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ല, ചില അഭ്യാസങ്ങൾ നമ്മളുടെ ട്രെയിനിങ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് അത് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരുന്നു. And I forgot the reference, but somewhere it says that we are being trained to live a higher life. നമ്മൾ ഒരു
ഉന്നതമായ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. I can choose to either go through the training and submit myself to the training and allow myself to be crushed so that I can live the higher life. ആ ട്രെയിനിങ്ങിലൂടെ ഒരു പരിശീലനത്തിലൂടെ കടന്നു പോകാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്റെ മുമ്പിലുണ്ട്. Or I can end up being like Jonah when God asked him to go to Nineveh, he went the other way around. യോനെ പോലെ നിനവേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തർശീസിലേക്ക് ഓപ്പോസിറ്റ് ബസ് പിടിച്ച് പോയതുപോലെ. Just like my son, when I was just thinking, is that my approach towards my father, where my father says, David, I want you to go through this, and I decide, no, that's Nineveh. I don't want to do that. I want to go the other way around because I feel, Lord, your ways are too difficult. My ways are not your ways. Let's go somewhere else. അത് ഞാൻ എന്റെ മോൻ പറഞ്ഞതുപോലെ പപ്പയുടെ വഴിയൊക്കെ കുറച്ച് കൂടിയത് എനിക്ക് ഇപ്പൊ എന്റെ വഴിയുണ്ട്. എനിക്ക് ഡിസിപ്ലിനൊന്നും പരിശീലനം എടുക്കാൻ വയ്യ. ഞാനിപ്പോ ഇതിൽ തന്നെ അങ്ങ് ഇരിക്കട്ടെ എന്ന് പറയുന്നൊരു നിലവിലേക്ക് പോകാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എതിർദിശയിലേക്ക് പോകുന്ന ഒരു മനസ്സാണ് എനിക്കുള്ളത്. But in the story of Nineveh, there's a very beautiful thing that comes out. നിനവയുടെ ആ ഒരു കഥയിലെ ഒരു മനോഹരമായ കാര്യം പുറത്തു വരുന്നുണ്ട്. God waited for days for him to come back. ദിവസങ്ങളോളം അവൻ മടങ്ങി വരുന്നത് കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ നമ്മളിവിടെ കാണുന്നു. So when I choose to walk away from that difficulty, from that trial that God is trying to teach me something through, if I walk away from it, ദൈവം തരുന്ന പരിശീലനത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ഞാനായിട്ട് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാറിപ്പോവാൻ ശ്രമിക്കുകയാണെങ്കിൽ I choose to rather stay, every year we give an examination, like in school we give an examination to go to the next year, right? ഓരോ വർഷവും സ്കൂളില് അടുത്ത വർഷത്തേക്ക് ഉയർച്ചെടുക്കുന്നതിന് വേണ്ടിയായിട്ടുള്ള ഒരു പരീക്ഷയുണ്ട്. So when I choose not to submit to that difficulty or that trial that's coming my way, എന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു ശിക്ഷണം പരിശീലനത്തിലൂടെ ഞാൻ കടന്നു പോകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ I'm saying no to the examination by the end of the year. ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വർഷാവസാന പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞ് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ as a result I'm going to stay in the same standard. I'm not going to get promoted. I'm not going to get any grace marks. ഞാൻ അതേ ക്ലാസ്സിൽ തന്നെ ഇരിക്കും, ഗ്രേസ് മാർക്സ് ഒന്നും കിട്ടത്തില്ല അവിടെ തന്നെ. So God will be patient as long as you want to stay in the same standard. You could be a 40-year-old person living in the first standard. ദൈവം അത് വളരെ കാത്തിരിക്കും. 40 വയസ്സായിട്ടും 1ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്നതിന് ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തി ദൈവം കാത്തിരിക്കും. And God keeps reminding me my age. He's like, see David, you're growing older. You have to go to the next standard. തന്നെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും, ഡേവിഡ് നിന്റെ വഴികള് ഇങ്ങനെയാണ്, എന്റെ വഴികൾ ഉന്നതമാണ് എന്നുള്ള കാര്യം ദൈവം ഇതുപോലെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും. So all I want to say is this: I've been encouraged multiple times through many words of reading the Bible and listening to many brothers that difficulties is something that it is for me to grow to the next standard. ഞാൻ വർഷങ്ങളായിട്ട് പലരിലൂടെയും പ്രയോജനമൊക്കെ കേട്ട് ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ തന്നെ ഒരു ഹയർ ക്ലാസ്സിലേക്ക്, ഉയർന്ന ക്ലാസ്സിലേക്കുള്ള ഒരു പ്രൊമോഷന് വേണ്ടിയാണ്. And I just want to end with Hebrews 12 verse 14. ഞാൻ എബ്രായർ 12:14 വാക്യം വായിച്ചു നിർത്തട്ടെ. I was in a bit of a situation few days ago, and I was thinking of retaliating. Like, this is not the right thing to do. I need to set this right in my office. ഒരു ഓഫീസിലുള്ള ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ പകരം വെക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ വന്നു. And I read this verse and I was like, Lord, what are you trying to say? അപ്പോഴേ ഞാൻ ഈ വാക്യം വായിക്കുക, കർത്താവേ എന്നോട് നീ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? The word says, make every effort to live in peace with everyone and to be holy. Without holiness, no one will see the Lord. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുക. കൂടാതെ ആരും കർത്താവിനെ കാണുക. So me trying to retaliate and trying to set things right my way, ഞാൻ എന്റെ വഴിയിൽ പ്രതികരിക്കുകയും പല കാര്യങ്ങളെ എന്റെ രീതിയിൽ ക്രമപ്പെടുത്താൻ നോക്കുകയും ചെയ്ത is choosing to be without holiness. അത് ശുദ്ധീകരണം ഇല്ലാത്ത, വിശുദ്ധി ഇല്ലാത്ത ഒരു വഴിയിലേക്ക് പോകും. After that, whatever I do, I will not see the Lord. അതിനുശേഷം എന്തൊക്കെ ഞാൻ ചെയ്താലും എനിക്ക് അവിടെ കർത്താവിനെ കാണാൻ പറ്റത്തില്ല. So even if I am being stoned at in office, in figuratively speaking, അതിന്റെ അറിയോട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓഫീസിൽ കല്ലെറിയപ്പെട്ടാലും I need to choose to live in peace and just let it go, because that's going to make me more holier. ഞാൻ അവിടെ
സമാധാനത്തോടെ അയപ്പാൻ ആഗ്രഹിക്കണം. അങ്ങനെ അതാണ് എന്നെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നടത്തുന്നത്. Thank you. താങ്ക്സ്. പ്രവചനം 55 ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇപ്പം ജേക്കബർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഓരോ വഴിയിലാണ്. ഒന്നുകിൽ നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ തന്നെ വഴിയിൽ, അല്ലാതെ ആരും ഇല്ല. ഈ രണ്ടിലേതെങ്കിലും ഒന്നിലാണ് നമ്മൾ. അത് നമ്മൾ എവിടെയാണെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് എന്ന് ഞാൻ വിചാരിക്കായിരുന്നു. ഈ അതിന്റെ 55-ാമത്തെ അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പം അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എങ്ങനെ. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അന്വേഷണങ്ങളിലെല്ലാം ഈ ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തോ അന്വേഷിച്ചാണ് ഈ വഴിയിൽ പോകുമ്പോൾ, നമ്മുടെ വഴിയിലോ ദൈവത്തിന്റെ വഴിയിലോ ആയിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ തുടർമാനമായി എന്തോ അന്വേഷിച്ചു പോവുകയാണെന്ന് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള അന്വേഷണം പലപ്പോഴും നല്ല എപ്പോഴും നമ്മളെ ഒരു തൃപ്തിയിലും കൊണ്ടെത്തിക്കുന്നില്ല. അത് നമ്മളെ നിരാശയിലേക്ക് മാത്രമാണ് നയിക്കുന്നത്. അവിടെയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്, എന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ. നീ ഒത്തിരി ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളാണെങ്കിലും പക്ഷെ പോകുന്ന വഴി നല്ലതല്ലാത്തതുകൊണ്ട് അത് പ്രാപിക്കാൻ തക്കവണ്ണം കഴിയില്ല. അവിടെ എന്തൊക്കെ കിട്ടിയിട്ടും നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോഴെല്ലാം ഞങ്ങളിങ്ങനെ വഴിയുടെ ഇങ്ങനെ പിള്ളേർക്ക് പുതിയ കാറുകളുടെ എല്ലാം ഇതറിയാമല്ലോ. അപ്പം ജൊഹാൻ തന്നെ ഇപ്പൊ എന്തൊക്കെയോ ഒരു വായിക്കൊള്ളാതെ കാറിന്റെ പേര് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല, ഇതുവരെ മനസ്സിലായിട്ടുമില്ല. അപ്പം ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ ഒരു വോൾവോയുടെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബെൻസിന്റെ കാർ എടുക്കുന്നു, ബെൻസിന്റെ കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് അതിനേക്കാൾ വലിയൊരു കാർ കാണുന്നത്. അപ്പൊ നമ്മുടെ ബെൻസിനോടുള്ള നമ്മുടെ പൂതി അങ്ങ് തീർന്നു, ഇനിയിപ്പം അടുത്ത കാറാണ്. നമ്മൾ ഈ എൻലെസ് ആയിട്ട് ഇത് മനുഷ്യന്റെ, അല്ലെങ്കിൽ നമ്മളൊരു ഷർട്ട് നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നു, അല്ലെ അപ്പോഴാണ് അതിനേക്കാൾ വലിയൊരു കമ്പനിയുടെ പുതിയൊരു ഇത് കാണുന്നത്. അപ്പൊ ഇതിനോടുള്ള നമ്മുടെ ആഗ്രഹം തീർന്നു. നമ്മുടെ ഈ തുടർമാനമായ മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ ലോകത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് അവസാനം ഇതിനു വേണ്ടിയായിരുന്നു ഓടിയെന്ന് ഓർത്ത് മനുഷ്യൻ നിരാശപ്പെട്ട് പുറകിലോട്ട് പോകുമ്പോ അവിടെ ഇതിലൊന്നും, ഈ അന്വേഷിച്ച കാര്യങ്ങളിലൊന്നും ഒരു ആൾക്കും സമാധാനം കണ്ടെത്താതിരിക്കുമ്പോ നമ്മൾ അതിന്റെ 12-ാമത്തെ വാക്യത്തില് ദൈവം ഈ ദൈവത്തിന്റെ വഴി നടക്കുന്ന ഒരു ആൾക്ക് പ്രോമിസ് ചെയ്യുന്ന ചില കാര്യങ്ങളെ പറ്റി അവിടെയാണ് ദൈവം നമ്മളോട് പറയുന്നത്. നീ എന്റെ വഴിയിലേക്ക് വരുമ്പം അവിടെ വാക്യം 12-ാമത്തെ വാക്യം, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ഈ വഴിയിൽ സന്തോഷവും സമാധാനം ഉണ്ടാകാനുള്ള ഒരേ ഒരു വഴി, ഒരു മാർഗം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടെ നിങ്ങൾക്ക് ഈ വഴിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയണമെങ്കിൽ, നമ്മൾ സഹോദരന്മാരെ സംസാരിച്ച പോലെ, കർത്താവേ ഞാൻ എന്റെ വഴിയിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, അല്ലെ സന്ദീപർ പറഞ്ഞ പോലെ ഞാൻ ഈ ജോലി ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഇതാണ് എന്റെ വഴി, ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ച പോലെ നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ തുടർമാനമായിട്ട് മുന്നോട്ട് പോകുമ്പം നമ്മൾ രാവിലെയും കേട്ടു ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കായിട്ട് അതിലെ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പം അതിലൊന്നും സമാധാനവും ആശ്വാസവും കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അത് നമ്മളെ എപ്പോഴും നിരാശയിലേക്ക്, നമ്മൾ ഗ്ലൂമി ആയിട്ട്, ഇതെല്ലാം കിട്ടിയിട്ടും ഓരോ പ്രാവശ്യവും ഇതെല്ലാം നമ്മൾ അന്വേഷിക്കുന്നതെല്ലാം അന്വേഷിച്ചു പോയിട്ടും കിട്ടിയിട്ട് നമ്മളെല്ലാം ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾ വളരെ ലോങ് ഫേസ്ഡ് ആയിട്ട് ഒരു സമാധാനവും ആശ്വാസവും കണ്ടെത്താത്തവരായിട്ട് ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നത് എന്റെ വഴിയിലാണ് സന്തോഷവും സമാധാനമുള്ള. അവിടെ വലിയൊരു പ്രോമിസ് ഉണ്ട്, അതിലേക്ക് നമ്മളെ വിളിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് സൗരന്മാരെല്ലാം പറഞ്ഞ പോലെ ഇതിനിപ്പം വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇത്രയും കാര്യം പറഞ്ഞാൽ ഒരു പാട്ട് പാടിയ പോലെ നന്മയല്ലാതെ ഒന്നും, ഞാൻ ആ വരി കേട്ടപ്പം ഞാൻ ആദ്യമേ ആ ഒരു വാക്യമാണ് ഞാൻ എന്റെ പുസ്തകത്തിൽ, എന്റെ ബുക്കിൽ ഞാൻ എഴുതിയത്. നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ. നമ്മൾ ആ തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴും ഈ ഒരു കാര്യം ഉറപ്പാണ്, ഗോഡ് ക്യാൻ ഡു ദ ബെസ്റ്റ് ആൻഡ് ഗോഡ് ഓൺലി ക്യാൻ ഡു ദ ബെസ്റ്റ്. കർത്താവിന്റെ വഴികളാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അവിടെ കർത്താവെ എനിക്ക് നാളെ പറ്റി എനിക്കറിയത്തില്ല, നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, നമ്മുടെ ആ പാട്ടിനെ നമ്മൾ പറയും, കർത്താവേ ലോർഡ് യു ഡു ദ ബെസ്റ്റ്, അങ്ങാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്തോ ചെയ്യണം കർത്താവേ, ഞാൻ എന്നെ സമ്പൂർണ്ണമായിട്ട് അവിടുത്തെ കൈകളിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സാണ്. പറഞ്ഞത്
വിശുദ്ധനായ ദൈവം അശുദ്ധനായ എന്നെ വിശുദ്ധനാക്കി അശുദ്ധമായ ജനത്തിന്റെ ഇടയിൽ പാർപ്പിച്ചിരിക്കുന്നു. ആ ജനത്തില് അവരും വിശുദ്ധരാകാൻ വേണ്ടിയാണ് നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നത്. ദൈവത്തിനെ മാത്രം നോക്കി മുന്നോട്ട് പോവുക. നമ്മളവിടെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മുടെ ജ്ഞാനമല്ല, അനുസരണമാണ് വേണ്ടത്. എങ്കിലേ രൂപാന്തരം വരുത്തുള്ളൂ എന്ന് വേറെ പറഞ്ഞു. സഞ്ജീവ് പറഞ്ഞു നമ്മുടെ നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ എന്ന് പറയുന്ന ആ ക്രിസ്ത്യൻ വാക്ക് അങ്ങനെയാണ്. എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതമാണ് നടക്കേണ്ടത്. ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോവുക. ദൈവം നമ്മളെ സഹായിക്കും. ഈ പ്രാർത്ഥിക്കാം. സഭയിലൂടെ വന്നു ഷെയർ ചെയ്യാൻ തുടങ്ങിയ ഒരു സെന്റൻസ് പറഞ്ഞാൽ കർത്താവിന്റെ മണവാട്ടിയായിരിക്കുന്ന സഭയുടെ ക്വാളിറ്റീസിനെ പറ്റി പറഞ്ഞതും പിന്നീട് താൻ പറഞ്ഞു വിശ്വസ്തനായ ദൈവം, വിശുദ്ധനായ ദൈവം അശുദ്ധനായ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വഴിയിൽ നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി താൻ യെശയ്യാപ്രവചനം 55:8-9 എന്നതിൽ വാക്യ ആധാരമാക്കി പറഞ്ഞതാണ്. എൻ്റെ ബൈബിളൊരു എൻ്റെ വഴി ഒരു വഴിയാണ്. പക്ഷെ ആ വഴിയിൽ ഞാൻ നടന്നു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ, ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നതായ ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് എത്തത്തില്ല. ഈ വഴി പറയുന്നതിന് എൻ്റെ ബൈബിളൊരു കഥയുണ്ടല്ലോ, കഥയല്ല, സംഭവിച്ച ഒരു സംഗതി ബൈബിളിലെ യോനായുടെ കാര്യം മനസ്സിലിങ്ങനെ വരുമായിരുന്നു. യോനായോട് ഒരിടത്തോട്ട് പോകാൻ പറഞ്ഞു, അവൻ പോയില്ല. അവൻ തോന്നിവാസം പോയി. അവസാനം ആ യാത്രയിലുണ്ടായിരുന്ന ആ കപ്പലിനെ വരെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതായ ആ കടലിലെ ക്ഷോഭം വന്നു. കപ്പിത്താൻ വന്നിട്ട് ഇതാരുടെ കാരണത്താലാണ് ഉണ്ടായിരുന്നത്, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ അവനെ അവസാനം പിടിക്കപ്പെട്ടു. അവൻ ആഗ്രഹിച്ച വഴിയിൽ അവന് വിട്ടില്ല. ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ അവസാനം അവനെ കൊണ്ടുപോകുന്നു. അവനെ പിടിച്ച അവസരത്തിൽ ഒരു സെന്റൻസ് ഇങ്ങനെ അവൻ പറയുന്നുണ്ട്. യോനായുടെ പുസ്തകം 1:8 പറഞ്ഞു, അതായത് 7 ഇങ്ങനെ പറയുന്നത്, and they said to one another, come, let us cast lot, that we may know whose cause this trouble has come upon us. So they cast lot, and the lot fell on Yona. അന്നേരം അവര് ചോദിക്കുവാണ്, then they said to him, please tell us whose name is this trouble has come upon us. What is your occupation and where do you come from, and what is your country and what people are you? 9ാമത്തെ വാക്യം അവൻ പറയുന്നതാണ്. ഒരു നല്ലൊരു എന്നെ സന്തോഷിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ് 9ാമത്തെ വാക്യം. So he said to them, I am a Hebrew. I fear Lord, the God of heaven, who made the sea and the dry land. ഈ വാക്യമാണ്. I fear God, the God of heaven, who made the sea and the dry land. അവൻ അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അത് വിശ്വസിച്ചുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചതാണെന്ന് ഒരു വലിയൊരു സെന്റൻസ് ആണ്. അവസാനം അവനെ ദൈവം ആഗ്രഹിച്ച ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവുകയും അവനെ ദൈവത്തിന്റെ പർപ്പസ് യോനായാൽ തന്നെ പൂർത്തീകരിച്ച് അവന് വിടുകയും ചെയ്തു. ആ സ്ഥലത്തേക്ക് എത്ര ലക്ഷം ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്, അവരെ മുഴുവനും മാനസാന്തരപ്പെടുത്തി തിരിച്ചു കൊണ്ടുവന്നതായ
ഒരു കഥയാണ് അവിടെ എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ തന്നെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ ഏതെങ്കിലും രീതിയിലൊക്കെ നടത്താനല്ല, ദൈവത്തിന്റെ വഴികളിൽ നടത്താൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് അതിനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ഞാൻ സാധാരണ പറയാറുണ്ട്, കർത്താവ് എന്നിൽ ആരംഭിച്ചതായ വഴി വേല കർത്താവിൻ്റെ ആ സമയത്ത് പൂർത്തീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവിനെ സഹായിക്കട്ടെ. യശയ്യാ 55 ഒക്കെ വായിക്കാനോ തോന്നി, ഞാൻ വായിക്കുന്ന സമയമില്ല. ദൈവത്തിന്റെ വഴികളും നമ്മുടെ വഴികളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് ഇന്നത്തെ വചനം. ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ എൻ്റെ സബ്ജക്റ്റ് ലിറ്ററേച്ചർ ആയതുകൊണ്ട്, ഇംഗ്ലീഷ് സാഹിത്യമായതുകൊണ്ട് സംസാരിക്കാറുണ്ട്. ഈ ലോകത്തെ ഒരുപക്ഷെ ഒരു സ്വർഗവും നരകവും ആക്കുന്നത് സെൽഫിഷ്നെസ്, ഫൈറ്റ് ബിറ്റ്വീൻ സെൽഫിഷ്നെസ് ആൻഡ് സെൽഫ്ലെസ്നെസ് എന്നുള്ളതാണ്. ഈ ഒറ്റ ക്വാളിറ്റി മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം, അല്ലെങ്കിൽ ഭൂമി, ഒരു സ്വർഗവും നരകവും, ആ ഡിഫറൻസ് അവിടെ ശരിക്കും ഫീൽ ആവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിന്തകൾ എല്ലായ്പ്പോഴും സെൽഫിഷും, അതുപോലെ ദൈവത്തിന്റെ ചിന്തകൾ എല്ലായ്പ്പോഴും സെൽഫ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു പെർഫെക്റ്റ് പിക്ചർ എന്ന് പറയുന്നത് തന്നെ ജീസസ് ക്രൈസ്റ്റ് ആണ്. ഈ സെൽഫ്ലെസ്നെസിന്റെ ആ ഒരു മാർഗത്തിലൂടെ ശരിക്കും ദൈവം നമുക്ക് എല്ലാവർക്കും അവസരം തരട്ടെ എന്ന് നമ്മള് കേട്ട Isaiah 55, 8-9. For my thoughts are not your thoughts. അപ്പം ആ ഒരു സിംഗിൾ വേഴ്സ് തന്നെ അപ്പം അങ്ങള് ഇങ്ങനെ അങ്ങളിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നുകൂടെ ഇച്ചിരിയുടെ ലൈക്ക് മനസ്സിൽ ലൈക്ക് എന്താ ശക്തി തന്നെ. അപ്പം ലൈക്ക് ഇപ്പം ഇപ്പം എന്തെങ്കിലും ഇപ്പം പോർഷൻ അത്യാവശ്യം തീർക്കാനുണ്ട്, അപ്പം പിന്നെ ചേർച്ച് സ്കിപ്പ് ചെയ്ത് അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഈ ഒരു ചിന്തിച്ച് നോക്കിയപ്പം ലൈക്ക് വാട്ട് ഹാവ് ഐ ഗെയിൻഡ്. അപ്പം ഇത്രയും അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ വലിയ ഗെയിൻ ഒന്നും ഉണ്ടായതായിട്ട് ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പ്ലസ് എന്ന് വെച്ചാൽ അപ്പം ഇപ്പൊ എന്തെങ്കിലും ഇപ്പം ഒരു എക്സാമിന് എന്തെങ്കിലും സമയത്തോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പോർഷൻ പഠിച്ചു കേൾക്കാനുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഫുൾ പ്ലാൻ ചെയ്ത് പ്ലാനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജയി ക്രാക്ക് ചെയ്യുന്നു. അപ്പം അമ്മാതിരി പ്ലാനിങ്. പക്ഷെ പലപ്പോഴും ഞാൻ ഇങ്ങനെ ഈ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്തു വരുമ്പം ചിലപ്പം ഈ പറയുന്ന ആഗ്രഹിക്കുന്നതിന്റെ പകുതി പോലും ഒന്നും ആഗ്രഹത്തില്ലായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചില വിഷമമൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ഈ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ലിറ്ററലി എവറിത്തിങ് നമ്മൾ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. നമ്മള് എന്ത് ചെയ്താലും അത് നോട്ടീസ് ദൈവത്തിന്റെ ആ ഒരു ദൈവം തരുന്ന ഗ്രേസും ദൈവം തരുന്ന താങ്കൾ പറഞ്ഞ ദൈവം നമുക്ക് വേണ്ടി ഒരു പാത്ത് ഓൾറെഡി ലൈക്ക് ഉണ്ട്. അപ്പം നേരത്തെ ദൈവം നമ്മളെ സൃഷ്ടിക്കുന്നതിനൊക്കെ ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ ദൈവം നമ്മുടെ ഇപ്പം ഓരോ കാര്യങ്ങൾ, അതായത് ലൈക്ക് ഇപ്പം ഞാനിപ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ ചെയ്താൽ എന്തോ പറ്റും, ദൈവം ആഗ്രഹിക്കുന്ന വഴി ഇതായിരിക്കും, ഞാൻ ചിലപ്പോ അങ്ങനെ ചെയ്താൽ അവിടുന്ന് എന്നെ എങ്ങനെ രക്ഷിക്കാൻ ദൈവം ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ലൈക്ക് ആ ഒരു അത്രയും ലൈക്ക് വാട്ട് ഈസ് ഗ്രേറ്റ് ആയിട്ടുള്ള തോട്ടും ആയിട്ടുള്ള പ്ലാനിങ് എല്ലാം ഉള്ള ആളുടെ ഒരു അതിനെ കടന്ന് ഞാനാണെങ്കിൽ എന്റെ ചിന്തകൾ എന്റെ ആ ഒരു തോട്ടി ഞാൻ എല്ലാം ഭയങ്കരമായിട്ട് ചെയ്യാൻ ചിന്തിക്കുമ്പം പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഞാനങ്ങനെ ദൈവത്തിന് പ്രാർത്ഥിച്ച് ദൈവം നിന്റെ വഴികളിലായിട്ട് തന്നെ നോട്ടീസ് അങ്ങനെ ആ ഒരു കാര്യങ്ങൾ തന്നെ വർക്ക് ചെയ്യാനും എല്ലാവർക്കും അത് അങ്ങനെ തന്നെ പോസിബിൾ ആവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൽപ്പിച്ച തന്നെ പറയുന്നത് ഇന്ന് കേട്ടത് ഏഷ്യാവ് 55 8-9 വാക്യങ്ങളാണ്. അതിനകത്ത് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ വിചാരങ്ങളല്ല യേശുവിനുള്ളത്, നമ്മുടെ വഴികളും അല്ല യേശുവിനുള്ളതെന്നാണ് പറയുന്നത്. കാരണം ഈ ലോകത്തിൽ നമ്മുടെ ജഡത്തിലായിരിക്കുമ്പോൾ നമ്മുടെ വഴികളായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫറൻസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇഷ്ടങ്ങൾ അതിനകത്ത് കൂടുതലുള്ളത്. യേശുവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുറെ സാക്രിഫൈസ് ചെയ്യണം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന നമ്മുടെ വഴിയിലോട്ട് പോകാനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്.
ആ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മള് ദൈവത്തിന്റെ വഴി കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും നമുക്ക് മോശമായിട്ടൊരു കാര്യം ഭവിക്കാൻ ആ യേശുവിന്റെ വഴി പോയാൽ ആവത്തില്ല നമുക്ക്. പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുറെ കഷ്ടതകൾ വരും. ആ അത് മനസ്സിലായി. പിന്നെ നമുക്ക് ദൈവത്തിൽ അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വഴി എടുക്കാൻ നമ്മൾ ആവത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നത്തെ മനഃപ്പാഠവാക്യം തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരാണെങ്കിൽ നമുക്ക് ലോകത്തെ നമ്മൾ ജയിക്കുമെന്നാണ് പറയുന്നത്. വിശ്വാസം നമ്മുടെ വിശ്വാസം ലോകത്തെ ജയിക്കുന്നത്. എനിക്കത് മനസ്സിലായി.